ഇന്നലെ വരുമെന്നോർത്ത് കാത്തിരുന്നു. ഒരുപാട് പറയാനുണ്ടായിരുന്നു. ഇപ്പൊ എന്തോ ഒന്നും പറയാൻ കഴിയുന്നില്ല. സത്യത്തിൽ എനിക്കും അതേ അവസ്ഥ തന്നെ. ഇരിക്കുന്നില്ലേ? പിന്നെ ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. ഒരു ദിവസം റെസ്റ്റോറന്റ് വെച്ച് ഇതുപോലൊരാളിനെ കണ്ടു, കൂടെ ഒരു പെണ്ണും. ഞാനങ്ങ് പേടിച്ചു പോയി. പിന്നെ പേര് മാത്യു എന്നറിഞ്ഞപ്പോഴാണ് സമാധാനമായത്. ഒരേ രൂപത്തിൽ 9 പേരുണ്ടെന്ന് പറയുന്നല്ലോ, ശരിയാണോ? പിന്നെ ആ കാസറ്റിൽ എന്തൊക്കെയോ രഹസ്യമായിട്ട് പറയണോന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താ ഒന്നും പറയാത്തെ? പറയുന്നേ. പിന്നെ കമലുവിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഈ കാസറ്റിലുണ്ട്. ഞാൻ കമലുവിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. ശരി. എന്റെ കൂട്ടുകാരി വരാൻ സമയമായി. അവര് കമലുവിനെ ഇവിടെ വെച്ച് കണ്ടാൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ചെല്ല്. അയ്യോ, അമ്മാര് വന്നെന്ന് തോന്നുന്നു. അയ്യോ, ഇതിനകത്ത് കേൾക്കുള്ളൂ കേൾക്കുള്ളൂ. സാരി സാരി. ഹലോ റോസ്മേരി. മാത്യുവിന്റെ താമസ സ്ഥലം ഒന്ന് കണ്ടുകളയെന്ന് കരുതി. നന്നായി, ഞാനും ഒന്ന് കാണണമെന്ന് കരുതി ഇരിക്കായിരുന്നു. ഇതാരുടെ ചെരുപ്പാ? അത് നാട്ടിൽ നിന്ന് എന്റെ ഒരു കൂട്ടുകാരനും കാമുവും കൂടെ ഒളിച്ചോടി വന്നിരിക്കുക. ആ പെണ്ണിന്റെ ചെരുപ്പാ. ഒളിച്ചോടി വന്നോ? ആ, അവർക്ക് ഇവിടെ പോവാൻ വേറെ സ്ഥലമില്ല. പിന്നെന്ത് ചെയ്യാനാ? ഏതായാലും വന്ന സ്ഥിതിക്ക് അവരും കൂടെ ഒന്ന് കണ്ടുകളയാം. അയ്യോ വേണ്ട. അതെന്താ? അത് പിന്നെ ഞാൻ എങ്ങനാ പറയാ? എന്തോ എന്നെ ഒളിക്കാൻ ശ്രമിക്കുന്നു, എനിക്കറിയാം. ഏയ് ഒന്നുമില്ല. അവര് പിന്നെ ഹണിമൂൺ ആഘോഷിക്ക. ഈ സമയത്ത് നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാ ഞാൻ വരട്ടെ. ശരി. നമ്മുടെ ഹണിമൂൺ ആഘോഷം സിംഗപ്പൂരിലായിരിക്കണമെന്ന് എപ്പോഴും വല്യമ്മച്ചി പറയാറുണ്ട്. കമലു, 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 കമലു. അയ്യോ, ഇതിനകത്താണ്. പുറത്തിറങ്ങിയത്. ശ്വാസം മുട്ടിപ്പോയി. മുനിസിപ്പാലിറ്റിക്കാർ കരം പിരിക്കാൻ വന്നാ കൊടുത്തു വിട്ട്. കൂട്ടുകാർ വരാൻ സമയമായി. അപ്പൊ പൊയ്ക്കോ. നാളെ 10 മണിക്ക് ഞാൻ കാത്തിരിക്കും. വരണേ. പോട്ടെ. വരാം. പ്രിയപ്പെട്ട കമലു, ഞാനൊരു സത്യം പറയാം. ഞാൻ ബാലസുബ്രഹ്മണ്യമല്ല, മാത്യു നൈനാൻ കോശിയാണ്. കോശി സുബ്രഹ്മണ്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞത് കമലുവിന് വേണ്ടിയായിരുന്നു. പണ്ട് എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നു. ഇപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. അങ്ങനെയുള്ള ഞാൻ കമലുവിനെ വിവാഹം കഴിക്കുന്നത് ശരിയല്ല. കഴിഞ്ഞതെല്ലാം മറക്കുക, പൊറുക്കുക, ഒരു സ്വപ്നം പോലെ കരുതുക. വേദനിപ്പിച്ചതിന് മാപ്പ്. കമലു, കമലു, എനിക്കെല്ലാം പുരിഞ്ഞു പോച്ചു. കല്യാണത്തിന് മുമ്പ് എനിക്ക് പ്രായക്കൂടുതലുണ്ടെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? എന്നെ കൊണ്ട് എക്സസൈസ് എടുപ്പിച്ചതും എന്റെ മുടി കറുപ്പിച്ചു പ്രായം കുറപ്പിച്ചതും നിനക്ക് എന്നെ കുരങ്ങ് കളിപ്പിക്കാനായിരുന്നു അല്ലേ? എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇനി നിനക്കൊരു പുതിയ കല്യാണം വേണോ? പറയടേ. ഒരു സെക്കൻഡ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട. കേൾക്കണം. നടന്നു നടന്ന് എന്റെ കാലിന്റെ മുട്ട് വരെ തേഞ്ഞു. എന്റെ കല്യാണം വരെ നിശ്ചയിച്ചതാ മിസ്റ്റർ. അതിനെന്താ, എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ടൂടെ? പ്ലീസ്. ഞാൻ ആളുകളെ വിളിച്ചു കൂട്ടിക്കോ, എല്ലാവരും കേൾക്കട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും. ഞാൻ തന്നെ വിളിക്കാം. സഹോദരിമാരെ, ചേട്ടന്മാരെ, എല്ലാരും ഒന്ന് വന്നേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാരും ഒന്ന് വന്നേ. ഇതൊരു തീരുമാനം എടുക്കണം. ഒന്ന് വന്നേ. അയാളെ പിടിച്ചോണേ, പോക്കറ്റടിക്കാരനാ. വിട്ടോ വിട്ടോ. അല്ല അശ്വതി, നീ പോക്കറ്റടിക്കാരനോ? പോക്കറ്റടിക്കാരൻ, പോക്കറ്റടിക്കാരൻ. അയ്യോ എന്നോട് ചെയ്യരുത് സാർ. അയ്യോ എന്നോട് ചെയ്യരുത് സാർ. അയ്യോ എന്നോട് ചെയ്യരുത് സാർ. അയ്യോ എന്നോട് ചെയ്യരുത് സാർ. ഞാൻ പോക്കറ്റടിച്ചില്ല സാർ. ഞാൻ പോക്കറ്റടിച്ചില്ല. എപ്പോ നോക്കിയാലും ഒരു തമാശ. ഇവിടെ ഇവിടെ
നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. തന്നോട് ഞാൻ എന്തിനാ വരാൻ പറഞ്ഞെന്നറിയാം? പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ? പറയാം. അതിനാണല്ലോ നമ്മൾ ഇവിടെ തന്നെ വന്നിരിക്കുന്നത്. ഓ, ഇവിടെ വെയിലല്ലേ, നമുക്ക് അപ്പുറത്തിരിക്കാം. അയ്യോ, സാരമില്ല. ഈ നട്ടുച്ചയും നമുക്ക് പോന്നിലാവാക്കാം. വെയിൽ സ്കിന്നിന് നല്ലതല്ലേ? ആരാ അവിടെ? അല്ല, ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയതാ. ആരുമില്ല. ദേ, കുറെ നാളായില്ലേ നമ്മൾ ഈ കറക്കം തുടങ്ങിയിട്ട്. ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഞാൻ വീട്ടുകാരെയൊക്കെ അറിയിപ്പിച്ചു കഴിഞ്ഞു. ഞാനും മമ്മിക്കും ഡാഡിക്കും എഴുതിയിട്ടുണ്ട്. എന്തുണ്ട്? സുന്ദരനും സൽസ്വഭാവിയും നിഷ്കളങ്കനുമായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഇഷ്ടപ്പെട്ടു. പേര് മാത്യു നൈനാൻ കോശി. എന്റെ ഇഷ്ടത്തിന് ഒരിക്കലും എതിര് നിൽക്കാത്ത എന്റെ ഡാഡിയും മമ്മിയും ഇതിനും എതിര് നിൽക്കില്ലെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ മാത്യു നൈനാൻ കോശിയെ നിന്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ? എന്നാലേ നമ്മൾ രണ്ടും രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ് ഡാഡിയുടെ മമ്മിയുടെ മുമ്പിൽ കൂടി 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാണിച്ചു കൊടുക്കും. എന്താ മാത്യുവിന് ധൈര്യമില്ലേ? പിന്നെ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടിയാൽ ആരാ വേണ്ടെന്ന് പറയുക? റോസ്മേരി. ഹരം പിടിച്ചു വരികയായിരുന്നേ, അപ്പോഴൊക്കെ ചെടി വന്ന് പറഞ്ഞ്. പിന്നെ അതെങ്ങനെ ഫിനിഷ് ചെയ്ത് ഒന്ന് പറഞ്ഞോ. എഴുന്നേറ്റ് പോടോ. അസൂയ അസൂയ അസൂയ. കൈവിടും. അച്ഛനെ സമ്മതിച്ചിരിക്കുന്നു. കാശ് ഞാൻ എങ്ങനെയെങ്കിലും തരാം. നീ കാശ് തരണ്ട. അതെന്താ? അതൊക്കെ പറയാം. തൽക്കാലം നിനക്കൊരു ഇളവ് തരുന്നെന്ന് കരുതിയാ മതി. എന്നാലേ ഞാൻ യാതൊരു കൺസെഷനും അനുവദിക്കത്തില്ല. ഇന്ന് തീയതി 14 അറിയാലോ? അറിയാം അറിയാം. എടാ, അവളെ കൊണ്ടും 2 ദിവസത്തിനുള്ളിൽ ഞാൻ പറയിപ്പിക്കും. നീ നോക്കൂ. എടാ മാത്യു നൈനാൻ കോശി, നീ അശ്വതിയുടെ മുന്നിൽ മുട്ടുകുത്തും. ഡാടാ അവിടെ നിൽക്ക്. നീ അങ്ങനെ കാശ് വേണ്ടാന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലല്ലോ. എന്താടാ റോസ്മേരിയായിട്ട് മാനസികമായി വല്ല? ഏയ്, അത് കുട്ടി, ആമത് കുട്ടി, ഡോ കുട്ടി, ഈ പണ്ടാരം ഇത് കാലത്ത് എവിടെ പോയി കിടക്കുക? രവി, രവി, നമ്മുടെ പെട്ടികളൊന്നും കാണുന്നില്ല. ആ കുട്ടിയെ കാണാനില്ല. അവനെ അടിച്ചോണ്ട് പോയ. അമ്മയ്ക്ക് അയക്കാൻ പറ്റിരുന്ന 150 ഉറുപ്പികയും എന്റെ ഭാഷാ സഹായം കൺമണികൾ. ഇവന്റെ ഒരൊറ്റ ആളാണ് ഇതിനെല്ലാത്തിനും കാരണം. ആ കുരിശെടുത്ത് എന്റെ പടലിലേക്ക് വെച്ചോ. നീ പറഞ്ഞിട്ടല്ലടാ അവനെ പിടിച്ചിവിടെ നിർത്തിയത്. എന്റെ കുറെ ഇമ്പോർട്ടന്റ് ഫോൺ നമ്പേഴ്സ് പോയ പെട്ടിയിലാണല്ലോ. പല പെമ്പിള്ളേരെ ആയിരിക്കും. ഭാഗ്യത്തിന് എന്റെ ഒന്നും പോയില്ലാട്ടാ. ഇനി അവൻ എവിടെ പോയി തപ്പാൻ?